ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാനിതൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു വീഡിയോ ആണ്. നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നിങ്ങൾ ജോബ് പോർട്ടലിൽ ഫ്ലിപ്കാർട്ട്സിന്റെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിനെ പറ്റിയുള്ള വേക്കൻസി വരാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് കമ്പനിയിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലും നിരവധി ജോബ് പോർട്ടലിലും ഒക്കെ ഫ്ലിപ്കാർട്ട്സിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി വരുന്നു. ഒഴിവുകളെ കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ നിരവധി പേർ എനിക്ക് മെസ്സേജ് അയച്ചു, ഈ റിക്രൂട്ട്മെന്റ് യഥാർത്ഥമാണോ, യോഗ്യത എന്താണ് ഇതിൽ വേണ്ടത്, ശമ്പളം എത്ര കിട്ടും, ഫീസ് ഉണ്ടോ, എങ്ങനെ അപേക്ഷിക്കണം, ഇതൊക്കെയാണ് അവരെന്നോട് ചോദിച്ചത്. അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാ ജോബുകളും അത് യഥാർത്ഥമാകണമെന്നില്ല. അതിനാൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിന്റെ വിശ്വസ്തത പരിശോധിക്കുന്നത് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോയിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് വിപുലീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു യഥാർത്ഥ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതെങ്ങനെ അപേക്ഷിക്കാൻ പറ്റും, നിങ്ങൾ എങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കും, അതായത് യഥാർത്ഥമാണോ അല്ല ഫേക്ക് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആദ്യം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഫ്ലിപ്കാർട്ട്സ് എന്ന കമ്പനിയെ പറ്റിയാണ്. ഫ്ലിപ്കാർട്ട്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനികളിൽ ഒന്നാണ്. ഓൺലൈൻ ഷോപ്പിംഗ്, ലോജിസ്റ്റിക്, വെയർ ഹൗസിംഗ്, കസ്റ്റമർ സപ്പോർട്ട് ടെക്നോളജി, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി മേഖലയിൽ ഫ്ലിപ്കാർട്ട്സ് ആയിരക്കണക്കിന് ജോലി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് ജോലി ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. ഞാൻ പറയാതെ തന്നെ ഫ്ലിപ്കാർട്ട്സിനെ പറ്റി നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. ഇനിയാണ് നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതായത് ഓൺലൈൻ പോർട്ടലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്നെ കണക്കുള്ളവരും ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട്. നിലവിൽ വിവിധ ജോബ് പോർട്ടലുകളിൽ ഫ്ലിപ്കാർട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പേരിൽ ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ ഒഴിവിൽ പ്രധാനമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തുക, ഡേറ്റ അപ്ഡേറ്റ് ചെയ്യൽ, രേഖകൾ പരിശോധിക്കൽ തുടങ്ങി ഓഫീസ് അടിസ്ഥാനത്തിലുള്ള ജോലികളാണ് ഉൾപ്പെടുന്നതെന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് കണക്കുള്ള ഈ വീഡിയോ കണ്ടിട്ട് അത് യഥാർത്ഥമാണോ ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കണം. അത് പൂർണ്ണ വിവരം കിട്ടിയിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഫ്ലിപ്കാർട്ട്സിന്റെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആ ഒരു വേക്കൻസിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് നിങ്ങൾക്ക് സാധാരണ വരുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സുകാർക്ക്, +2കാർക്ക്, ഡിപ്ലോമ, ITI അല്ലെങ്കിൽ ഗ്രാജുവേറ്റിനൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് വരുന്ന പ്രായപരിധി എന്ന് പറയുന്നത് സാധാരണ 18 വയസ്സ് പൂർത്തിയായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്ര വയസ്സ് വരെ, 18 തൊട്ട് ഇത്ര വയസ്സ് വരെ എന്നൊന്ന് ഉള്ളത് ആ റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ അത് കാണിച്ചിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഈ വേക്കൻസിക്ക് DOE എന്ന് പറയുന്നത് ഈ വേക്കൻസിക്ക് നിങ്ങൾക്ക് മുൻകാല എക്സ്പീരിയൻസ് വേണോ അതോ പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? രണ്ട് കൂട്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നിങ്ങളിപ്പം 10ാം ക്ലാസ്സിൽ പാസ്സായി, SLC പാസ്സായി, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് ഉണ്ട് ഇവരുടെ. ആ ഒരു ട്രെയിനിങ്ങിനെ പറ്റി ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജോലി എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന നിലയിൽ സാധാരണയായി ചെയ്യേണ്ട ജോലികൾ ഇതൊക്കെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യുന്നത്. കമ്പനിയുടെ ഡേറ്റ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുക, അവരുടെ ഡേറ്റ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തണം, രേഖകളിലെ വിവരങ്ങൾ പരിശോധിക്കണം, എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക, ഡിജിറ്റൽ റെക്കോർഡുകൾ സൂക്ഷിക്കുക, അവരുടെ ഡിജിറ്റൽ റെക്കോർഡുണ്ട് അത് സൂക്ഷിക്കണം, ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക, വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കുക. ഇവയൊക്കെയാണ് സാധാരണയായി ഡേറ്റ എൻട്രി ജോലിയിൽ വരുന്ന ഭാഗങ്ങൾ. നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ 12ാം ക്ലാസ് പാസ്സായി, ഗ്രാജുവേറ്റ് പാസ്സായി, അല്ലെങ്കിൽ തന്നെ അത് കഴിഞ്ഞ് ആ ഒരു യോഗ്യത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലാതെ നിങ്ങൾക്ക് ചില യോഗ്യതകൾ അവർ ചോദിക്കുന്നുണ്ട്. ഈ ജോലി ചെയ്യാൻ ചില അടിസ്ഥാന കഴിവുകൾ നമുക്ക് ആവശ്യമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, MS വേഡ്, എക്സൽ എന്നിവയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ബേസിക് ഇംഗ്ലീഷ് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം. ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ശരാശരിയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്.
കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അത് അധിക നേട്ടമാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും അയാൾ പറയുന്നത് നമുക്ക് കേട്ടിട്ട് അതിന്റെ മറുപടി കൊടുക്കാനുള്ള കഴിവും, ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ ഈ ഒരു കഴിവുള്ളവർക്ക്, ഇത്രയും കാര്യങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആ ഒരു ജോലികളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ ശമ്പളത്തെ പറ്റി പറയുകയാണെങ്കിൽ പല പോർട്ടലിൽ നിങ്ങൾ എത്ര ജോബിന്റെ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി നിങ്ങൾ എത്ര പോർട്ടലിൽ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, എല്ലാത്തിലും പല ശമ്പളമായിരിക്കും. നിങ്ങളൊരു പ്രധാന കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഈ ശമ്പളം നിങ്ങളുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഫ്ലിപ്കാർട്ട്സിലെ ശമ്പളം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ്, എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് കമ്പനി പോളിസി എന്താണ്, ഇന്റർവ്യൂ പെർഫോമൻസ് നിങ്ങളുടെ എങ്ങനെയെന്ന്, ഈ ഒരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓഫർ ലെറ്റർ കിട്ടുന്ന ഇടം വരെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നിങ്ങൾക്ക് 40 കിട്ടാൻ സാധ്യതയുണ്ട്, 30 കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിങ്ങൾ കണക്കുകൂട്ടലിൽ ഇരിക്കല് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ കുറവോ കൂടുതലോ ആകാം. അപ്പൊ അത് പിന്നെ പ്രശ്നമാകും. ഇനി സാധാരണ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് ഇത് നടക്കുന്നത്? സാധാരണയായി ഫ്ലിപ്കാർട്ട്സിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇവരുടെ ഈ ഫ്ലിപ്കാർട്ട്സിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്, ഫ്ലിപ്കാർട്ട്സിന്റെ തന്നെയെന്നല്ല ബാക്കിയുള്ള കമ്പനികളുടെയും ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് സാധാരണയായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ സെലക്ഷൻ പ്രോസസ് ഇങ്ങനെയായിരിക്കും. ഓൺലൈനിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു, ഒന്നെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾ അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ കൂടെ അപേക്ഷിക്കുന്നു. റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആകുന്നു. HR നിങ്ങളെ കാൾ ചെയ്യും. ഇന്റർവ്യൂ അല്ലെങ്കിൽ വിർച്വൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ഫിസിക്കൽ ഇന്റർവ്യൂ ആയിരിക്കും. അവിടെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാക്കും. അതിനുശേഷം ഓഫർ ലെറ്റർ കിട്ടും. ഇനി നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരുപക്ഷെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വേണ്ടുന്ന ആ കാര്യങ്ങൾ പറയണമെന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, അപ്പൊ ഈ ഫ്ലിപ്കാർട്ട്സിന്റെ കാണുന്ന ഞാൻ അവരുടെ യഥാർത്ഥ ആ ഒരു ലിങ്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ പോയി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ട്രെയിനിങ് ആണിത്. ഇതിനകത്ത് ഞാൻ ജോബിനെ പറ്റി അല്ലെങ്കിൽ ഞാനിത് കൺഫേം പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുക ഏത് രീതിയിലാണ് ഫ്ലിപ്കാർട്ട്സിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ CDO എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്ന് ഇവിടെ നിങ്ങൾ താഴോട്ട് പോകുക. ഫ്ലിപ്കാർട്ട്സ് SEOയെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ നിന്ന് താഴോട്ട് വരും. ഇവിടെ ഓരോ കാര്യങ്ങൾ SEO സർട്ടിഫൈഡ് ഈ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 4 ഓപ്ഷൻ കിട്ടും. ഒന്ന് വേറെ ട്രെയിനിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്, 2 സ്പെഷ്യലൈസ്ഡ് SEOയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതുകൂടാതെ സപ്ലൈ ചെയിന്റെ ട്രെയിനിങ് ഉണ്ട്. നമുക്ക് വേണ്ട ഡാറ്റ എൻട്രി കാരിയർ വിത്ത് SEOയെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഇതാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരു സ്വല്പ സമയം എടുക്കും. ഇവിടെ സ്റ്റാർട്ട് യുവർ SEOയെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DO ട്രെയിനിങ്, ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ റീഡ് മോറിൽ പോയി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഈ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, OTP വരും. മൊബൈൽ നമ്പർ OTP വരുമ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം എടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ അഡ്രസ് ഡീറ്റെയിലാണ് ചോദിക്കുന്നത്. ജോൺ നിങ്ങളുടെ ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, പെൻഷൻ ഏതാണ്, സിറ്റി വില്ലേജ് ഏതാണ്, കറണ്ട് അഡ്രസ് നിങ്ങളുടെ എന്താണ് ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. അതർ ഇൻഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ചോദിക്കുന്ന കറണ്ട് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൊടുക്കണം. എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ ഇവരുടെ പോളിസി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴോട്ട് വരും. താഴെ വന്നിട്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക. താഴെ വരിക. നിങ്ങൾ താഴെ വന്നു കഴിയുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യമുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എന്റെ സബ്മിറ്റ് ആകാത്ത ഇവിടെ ഒരു കാര്യം ഞാൻ ഫില്ലപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ലോഗിൻ ID പാസ്വേഡ് കിട്ടും. ആ ലോഗിൻ ID പാസ്വേഡിൽ പോയി നിങ്ങൾ ലോഗിൻ ചെയ്ത് പാസ്വേഡ് ഇട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു ടെസ്റ്റിലാണ് നിങ്ങളുടെ കാര്യം ഇരിക്കുന്നത്. അത് അവർ കംപ്ലീറ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്നുള്ള ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ പോകുമ്പോൾ മനസ്സിലാവും. അവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ആ
ടെസ്റ്റ് ആദ്യം വരുമ്പോഴത്തേക്ക് ഞാനതിന്റെ ഇത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് തരാം, അല്ലെങ്കിൽ എങ്ങനെ അത് ആ ടെസ്റ്റ് ചെയ്യുന്നെന്ന് നോക്കാം. അവിടുന്ന് നിങ്ങൾ അതിന്റെ ഗൂഗിൾ ക്രോമിൽ ചാറ്റ് GPT പോയി അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി ഇതിന്റെ ആൻസർ ഏതാണ്. ഇപ്പൊ 5 ക്വസ്റ്റ്യൻ എന്താണ്, 5 ക്വസ്റ്റ്യന്റെ ശരിയായ ആൻസർ ഏതാ ചാറ്റ് GPT വരും. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻ, ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ശരിയായ ഉത്തരം എഴുതുക. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഇനി ആർക്കും, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ആർക്കും ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ട്രെയിനിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയോ നിങ്ങൾക്ക് തപ്പൽ വരത്തില്ല. തീർച്ചയായിട്ടും ഓക്കെ, നല്ലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചത്. ഇത് ഒരു ജോലിയുടെ വീഡിയോ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുമായിട്ട് പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്ത് തീർത്താവുകൊണ്ട്, നിങ്ങൾ ഈ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്താവുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു നിങ്ങൾക്ക് ഒരു വിവരണം തന്നേ ഉള്ളൂ, ഒരു അറിവ് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഫ്ലിപ്കാർട്ട്സിന്റെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.